സോഷ്യൽ മീഡിയ തുറന്നാൽ കേരള സ്റ്റോറി 2-നെതിരെ ആഞ്ഞടിക്കുന്ന മലയാളികളെയും ഇന്ത്യക്കാരെയും കാണാം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളും അവിശ്വാസികളും ഇടത് വലത് മധ്യപക്ഷ ഭേദമന്യേ എല്ലാ ആൾക്കാരും അതിനെതിരെ ആഞ്ഞടിക്കുന്നത് കാണുന്നതിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ്. ഇങ്ങനെയാണ് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം, അതാണ് കേരളം നമ്പർ 1 ആകുന്നത്. അപ്പോ നമ്മുടെ ചാനലുകളും മറ്റും മത്സരിച്ച് മതസൗഹാർദ്ദത്തിന്റെ മഹനീയമായ മാതൃകകൾ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ഓരോ മലയാളിയും അഭിമാനിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പെരുമ്പട്ടയിലെ മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ ഇന്നലെ സന്ദർശനത്തിനെത്തിയത് വിഷ്ണുമൂർത്തി തെയ്യം. നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സമാപനത്തിലാണ് തെയ്യം പള്ളിയിലെത്തിയത്. പെരുമ്പട്ട താഴത്തുകം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം. വിഷ്ണുമൂർത്തി തെയ്യം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വഴിയിലേക്ക്. പെരുമ്പട്ട പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തെയ്യം പുറപ്പെട്ടു വരികയാണ്. ഇത് ഒരു മുസ്ലിം പള്ളിയിലേക്കാണ് ഈ തെയ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ ആഘോഷപരമായ ഈ വരവ്. കുത്തുക്കുടയും ചെണ്ടമേളവുമായി തെയ്യം പടി കയറിയത് മുനീറുൽ ഇസ്ലാം ജുമാ മസ്ജിദിലേക്ക്. കാൽ കഴുകി സ്വീകരണം. എന്ത് നന്മയാണല്ലേ. ഇതാണ് കേരള സ്റ്റോറി. ഇതൊക്കെയാണ് മനോഹരമായ കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഇത് നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ഇതേപോലെ എല്ലാ ബഹുസ്വരതയുടെ അടയാളങ്ങൾ. ഇത് മാത്രമല്ല, അങ്ങനത്തെ ഒരുപാട് സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ വളരെ ശക്തമായി പുതിയ തലമുറയിലെ ആൾക്കാർ എടുത്തിടുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അയ്യപ്പ ഭക്തിഗാനമാണ്. ഒരു അമ്പലവും പള്ളിയും കൂടെ ആ നാട്ടിലെ ഏതോ ഒരു ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. തെരുവെല്ലത്ത് പള്ളി നേർച്ച. ഇതാണ് കേരളം. ഇതാണ് കേരളത്തിന്റെ മഹത്വം. ഈ കേരള സ്റ്റോറി അറിയാത്തവരാണ് കേരളത്തെക്കുറിച്ച് കള്ളക്കഥകളും മറ്റും പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ ചില ക്രിസ്തീയ സംഘടനകളും കേരള സ്റ്റോറി 2-നെതിരെ അതിശക്തമായ നിലപാടെടുത്ത് ചില ക്രിസ്തീയ സംഘടനകളും വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള മഹത്തരമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാകട്ടെ. ഒരു മലയാളി എന്ന രീതിയിൽ അഭിമാനിക്കാം. ഇതാണ് കേരളം നമ്പർ 1, മലയാളി നമ്പർ 1 എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ മതസൗഹാർദ്ദത്തിൽ, സാമൂഹിക സൗഹാർദ്ദത്തിൽ, യോജിപ്പിൽ നമ്മൾ നമ്പർ 1 ആണ്. കേരളം ഭാരതത്തിന് ആ രീതിയിൽ മാതൃകയാണ്. കേരളവും ഭാരതവും നമുക്ക് അഭിമാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെ കണ്ടു പഠിക്കേണ്ടതാണ്. നമുക്കെതിരെ വരുന്ന പ്രൊപ്പഗാൻഡ, നമ്മുടെ സഹോദരന്മാർക്കെതിരെ വരുന്ന പ്രൊപ്പഗാൻഡ ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുന്ന നമ്മൾ മലയാളി പൊളിയാണ്.